വാർത്തകൾ തുടരുന്നു. നിയുക്ത ബിഷപ്പ് മാർ ജേക്കബ് മുരിക്കന് മാതൃ ഇടവകയായ മുട്ടിയറയിൽ സ്വീകരണം നൽകി. പാലാ രൂപത നിയുക്ത സഹായമെത്രാൻ ജേക്കബ് മുരിക്കൻ മാതൃദേവാലയമായ മുട്ടുചിറ ഫൊറോന പള്ളിയിൽ സന്ദർശനം നടത്തി. വികാരി ഫാദർ സെബാസ്റ്റ്യൻ മുണ്ടുമൂഴിക്കര, അസിസ്റ്റന്റ് വികാരി ഫാദർ ആൻഡ്രൂസ് വേങ്ങത്താനം, ഫാദർ ജോസ് മടത്തിക്കുന്നേൽ, മോൻസ് ജോസഫ് MLA, ഇടവകാംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് കൊച്ചുപിതാവിനെ സ്വീകരിച്ചു. തുടർന്ന് നിയുക്ത സഹായമെത്രാൻ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പ്രാർത്ഥന നടത്തി. പാലാ രൂപത സഹായമെത്രാനായി സ്ഥാനമേറ്റ ശേഷം ജേക്കബ് അച്ഛന് ഇടവക ദേവാലയമായ മുട്ടുചിറ ഹോളി ഗോസ്റ്റ് ഫൊറോന പള്ളിയിൽ ഗംഭീര സ്വീകരണം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇടവക ജനങ്ങളും നാട്ടുകാരും. ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയ കൊച്ചുപിതാവ് കുർബാന അർപ്പണത്തിന് ശേഷം മുട്ടുചിറയിലെ സഹോദരന്റെ വീട്ടിലും സന്ദർശനം നടത്തി. സഹോദരങ്ങളും ബന്ധുക്കളും അയൽവാസികളുമടക്കം നിരവധി പേർ പിതാവിനെ സന്ദർശിക്കാൻ വീട്ടിലെത്തിയിരുന്നു. കുറവിലങ്ങാട് ഞരളംകുളത്ത് പൗരാവലി ഓണാഘോഷം നടത്തി. നാടെങ്ങും ഉയരുന്ന ഓണാഘോഷ പരിപാടികൾക്കൊപ്പം കുറവലങ്ങാട് ഞരളംകുളം കളത്തുവീട്ടിൽ മേൽപ്പുറം ഭാഗവും വിപുലമായി ഓണം ആഘോഷിച്ചു. ഞായറാഴ്ച രാവിലെ തുടങ്ങിയ ആഘോഷങ്ങൾ വൈകുന്നേരത്തോടെയാണ് സമാപിച്ചത്. അത്തപ്പൂക്കള മത്സരവും കുട്ടികൾക്കായി സുന്ദരിക്ക് പൊട്ടുതൊഴിൽ, കലന്തല്ലി പൊട്ടിക്കൽ, അപ്പം കടി, കസേരകളി, മിഠായി പെറുക്കൽ, ഊണിൽ നാരങ്ങ വെച്ചോട്ടം, തിരികത്തിച്ചോട്ടം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. മുതിർന്നവരും കുട്ടികളും ഒരേപോലെ മത്സര പരിപാടികളിൽ പങ്കെടുത്തു. മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും നൽകി. അക്ഷരാർത്ഥത്തിൽ നാട് വലിയ ഐക്യത്തിന്റെയും ഉത്സവ അന്തരീക്ഷത്തിന്റെയും സന്തോഷത്തിലായിരുന്നു ഞായറാഴ്ച ദിനത്തിൽ. നല്ല സഹകരണവും അതുപോലെ തന്നെ ഇവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണവും എല്ലാം നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഇവിടെ നല്ല രീതിയിൽ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെയും വളരെ ഭംഗിയായിട്ട് ആർഭാടപരമായിട്ടും പരിപാടികൾ നടന്നു വരികയാണ്. എല്ലാം കടുത്തുരുത്തി സെന്റ് മേരീസ് വലിയ പള്ളിയിൽ 8 നോമ്പ് ആചരണം. 1 മുതൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ. കടുത്തുരുത്തി വലിയ പള്ളിയിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കും. അഭിവന്ദ്യ സഭാപിതാക്കന്മാരും വൈദിക ശ്രേഷ്ഠരും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകും. പരിശുദ്ധ കന്യാമറിയത്തിന്റെ പിറവി തിരുനാൾ ദിനമായ സെപ്റ്റംബർ 8-ന് ദേവാലയത്തിന്റെ കല്ലിട്ട തിരുനാൾ ആഘോഷിക്കും. വൈകുന്നേരം 4:30-ന് ജപമാലയും ലതീഞ്ഞും 5-ന് ചിക്കാഗോ രൂപതാ മെത്രാൻ മാർ ജോക്കബ് അങ്ങാടിയത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പോന്തിഫിക്കൽ കുർബാന, തുടർന്ന് പ്രദക്ഷിണം, മധ്യസ്ഥ പ്രാർത്ഥന, സമാപന ആശീർവാദം. ഉത്രാടപ്പാച്ചിൽ ചൊവ്വാഴ്ച. ഇക്കുറി പൂരാടവും ഉത്രാടവും ഒരുമിച്ച്. തിരുവോണത്തിലെ ഉത്രാടപ്പാച്ചിൽ ഇത്തവണ പൂരാടം ദിനത്തിൽ ആരംഭിക്കും. പൂരാടം നാളിൽ ഉത്രാടവും ഒരുമിച്ച് എത്തുന്നതോടെയാണ് ഇത്തരണത്തിൽ തിരുവോണ ആഘോഷങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു ദിനം കുറയുന്നത്. അത്തം മുതൽ 10 ദിനം എന്ന പതിവ് രീതിക്ക് പകരമായി ഇത്തവണ അത്തം മുതൽ 9 ദിനം മാത്രം കാത്തിരുന്നാൽ ഓണമുണ്ടാവുന്ന അവസ്ഥയാണുള്ളത്. നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട നാഴിക വിനാഴികകളിലെ ഏറ്റക്കുറച്ചിലുകളാണ് ഇത്തരത്തിൽ 2 നാളുകൾ ഒരുമിച്ച് എത്താൻ ഇടയാക്കിയിരിക്കുന്നത്. 2005-ലാണ് ഇത്തരത്തിൽ അവസാനമായി 9 ദിനത്തിനുള്ളിൽ ഓണമെത്തിയത്. എന്നാൽ ചില വർഷങ്ങളിൽ അത്തം കഴിഞ്ഞ് 11-ാം ദിനമാണ് തിരുവോണത്തിന് കാത്തിരിക്കേണ്ടുന്ന സ്ഥിതിയും ഉണ്ടാകാറുണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഓണ തിരക്ക് പൂരാട നാളിൽ തന്നെ ഇത്തവണ ആരംഭിക്കുകയാണ്. ഇനി ചരമം. കോഴ കുഴിപ്പള്ളിൽ ND മാണി നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2:30-ന് കുറവിലങ്ങാട് മർത്തമറിയം ഫൊറോന പള്ളിയിൽ. മലയാള മനോരമ കുറവിലങ്ങാട് മുൻ ബ്യൂറോ ചീഫ് പ്രവീൺ കുമാറിന്റെ ഭാര്യാപിതാവ് ഉഴവൂർ മാടവന ഇല്ലത്ത് നാരായണൻ നമ്പൂതിരി നിര്യാതനായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച 2-ന് വീട്ടുവളപ്പിൽ. കാലാവസ്ഥ. മീനച്ചിൽ, വൈക്കം താലൂക്കുകളിൽ പരക്കെ മഴ ലഭിച്ചു. ചൊവ്വാഴ്ച മഴ തുടരും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാർ ജേക്കബ് മുരിക്കന് സ്വീകരണം. കുറവിലങ്ങാട്ട് ഒരുക്കം തുടങ്ങി. മത്തിക്ക് വില 70-ലെത്തി. വിലക്കയറ്റം മത്സ്യത്തിന്റെ ക്ഷാമം മൂലമെന്ന്. ഐക്യദാർഢ്യം വിളിച്ചോതി DCMS സമ്മേളനം. കർഷക കാരണവന്മാർക്ക് ജനപ്രതിനിധികളുടെ ഓണക്കാഴ്ച. വേറിട്ട ആഘോഷം മാഞ്ഞൂരിൽ. ഉഴൂർ ബ്ലോക്കിൽ ജനകീയ ഓണാഘോഷം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.